Hey students, in the last class we have learned about the various stages in human reproduction. I hope you understood all those stages and you have learned it. Now, in today's lesson we are going to learn about the male reproductive system in human. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുരുഷ ലൈംഗിക വ്യവസ്ഥയെക്കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. Please listen carefully. Okay. The male reproductive system in human that consists of a pair of testes, which is the primary reproductive organ, and accessory ducts, accessory glands, external genitalia. ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്, ഒരു ജോഡി വൃഷണങ്ങൾ. പിന്നീട് ഈ ലൈംഗിക വ്യവസ്ഥയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ചില ട്യൂബുകൾ, ഡക്സ്. ഈ ലൈംഗിക വ്യവസ്ഥയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള അതിന് സഹായകമായിട്ടുള്ള ചില ഗ്രന്ഥികൾ, ആക്സസറി ഗ്ലാൻഡ്സ്. പിന്നീട് എക്സ്റ്റേണൽ ജെനിറ്റേലിയ, അതായത് പുറമേയുള്ള പുരുഷ ലൈംഗിക അവയവം. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ parts of the male reproductive system: a pair of testes, accessory ducts, accessory glands, external genitalia. You know, the testes are the primary reproductive organs. എന്ന് വെച്ചാൽ the primary reproductive organs are those reproductive organs which produce the gametes. ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ലൈംഗിക വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് നമ്മൾ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ മെയിലിൽ ടെസ്റ്റിസ് ആണ് ദ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഓക്കെ, അത് പ്രാഥമിക ലൈംഗിക അവയവമാണ് ടെസ്റ്റിസ് പുരുഷൻ്റെ. ഇവിടെ നമുക്ക് കാണാം, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു പെയർ ടെസ്റ്റിസ് ആണ്. പിന്നീട് അതിനെ സഹായിക്കുന്ന മറ്റു ട്യൂബുകൾ, ഡക്സ് ഉണ്ടെന്ന് പറഞ്ഞു, ആക്സസറി ഡക്സ്. പിന്നീട് ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഗ്ലാൻഡാണ്, അടുത്ത ഗ്ലാൻഡ്, ഇവിടെ ഈ ഇതൊക്കെ ഗ്ലാൻഡ്സ് ആണ്. പിന്നീട് ഒരു എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഉണ്ടെന്ന് പറഞ്ഞു, അത് ദ പെനിസ്. ഓക്കെ, ഇത്രയും ഉൾപ്പെടുന്നതാണ് പുരുഷ ലൈംഗിക വ്യവസ്ഥ. ഇനി നമ്മൾക്ക് ഇത് ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചോണം. താങ്ക് യു. ഓക്കെ, ടെസ്റ്റിസ് ആർ എ പെയർ ഓഫ് ഓവൽ ഷേപ്ഡ് ഓർഗൻസ്. They are located outside the abdomen in a pouch of skin called scrotum. ശ്രദ്ധിച്ചോണം, ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ജോഡി ഓവൽ ഷേപ്പ് ഉള്ള ഓർഗൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ടെസ്റ്റിസ് ഒരു പെയർ ഓവൽ ഷേപ്ഡ് ഓർഗൻസ് ആണ്. And they are seen outside the abdomen. This is abdominal region. Most of the organs are inside the abdomen, but here see, you can see the testis, it is outside the abdomen. Okay, in most of the mammals the testes are found outside, but there are certain mammals where the testis is inside. I will ask you later if you know any mammal that has testis inside. Okay, so you know that the testes are a pair of oval shaped organs. You know the shape, and they are located outside the abdomen in a pouch of skin called scrotum. See, here you can see that the testis is kept inside a skin pouch formed of skin. സ്കിൻ, ത്വക്കുകൊണ്ടുള്ള ഒരു പൗച്ച്, ഒരു സഞ്ചിയിലാണ് ഈ ടെസ്റ്റിസ് കാണപ്പെടുന്നത്. നമ്മുടെ വൃഷണങ്ങൾ കാണപ്പെടുന്നത് ത്വക്കുകൊണ്ടുള്ള ഒരു സഞ്ചിയിലാണ്. ആ സഞ്ചിക്ക് പറയുന്ന പേരാണ് വൃഷണസഞ്ചി, അല്ലെങ്കിൽ സ്ക്രോട്ടൽ സാക്ക് ഓർ സിംപ്ലി സ്ക്രോട്ടം. അപ്പോൾ ടെസ്റ്റിസ് ഓവൽ ഷേപ്ഡ് ഓർഗൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അത് നമ്മുടെ അബ്ഡമന് പുറമേ ഒരു സ്കിൻ കൊണ്ടുള്ള ഒരു പൗച്ചിലാണ് അതുള്ളതെന്നും അറിയാം. ഇനി എന്താണ് ഇതിനെ സ്കിൻ കൊണ്ടുള്ള പൗച്ചിൽ കാണാനുള്ള അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സി, ദ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ സ്ക്രോട്ടൽ സാക്ക് ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ് ലോവർ, ദാറ്റ് ഈസ് 2 to 2.5 degrees Celsius ദാൻ ദ ബോഡി ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിൽ നിന്നും ഒരു 2-2.5 ഡിഗ്രി സെൽഷ്യസ് കുറവിലാണ് ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ ഇത്രയും കുറവ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് ഈ സ്ക്രോട്ടൽ സാക്കിൽ ഈ നമ്മുടെ അബ്ഡോമൻ പുറമേ ആയിട്ട്, വെളിയിലായിട്ട് ഇത് കാണാൻ കാരണം. ശ്രദ്ധിച്ചേ,
the contraction and relaxation of the scrotal sac help ഈ വൃഷണസഞ്ചി അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചുരുങ്ങലും വികാസവും ടെസ്റ്റിസിന്റെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെക്കാട്ടിലും കുറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി സഹായിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. The contraction and relaxation of the scrotal sac help to maintain the temperature of the testis lower than the body temperature. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ വൃഷണം അല്ലെങ്കിൽ ടെസ്റ്റിസ് can work properly, actively only at a lower temperature than the body temperature. അതുകൊണ്ടാണത്. അപ്പം ചൂട് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ചൂട് കുറയ്ക്കണം, അല്ല ചൂട് കുറഞ്ഞ ഒരു അവസ്ഥയാണെങ്കിൽ ചൂട് കൂട്ടണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ when they go to swimming pool, they must have experienced when they are in the pool, it will be cold, the body temperature will go down, and as a result the scrotal sac shrinks. സ്ക്രോട്ടൽ സാക്ക് വൃഷണസഞ്ചി വെള്ളത്തിൽ നിൽക്കുമ്പോൾ അത് ചുരുങ്ങി അടുത്തേക്ക് വരികയും ചെയ്യും. കാരണം എന്താ? ഇറ്റ് ഈസ് കൺട്രാക്ടിങ് ആൻഡ് ഹോൾഡിങ് ദ ടെസ്റ്റിസ് ടുവേർഡ്സ് ദ ബോഡി ടു ഗെറ്റ് ദ വാംത്ത് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ആ ഒരു ചൂട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് തണുപ്പ് സമയമാകുമ്പോൾ അത് ചുരുങ്ങി അടുത്തേക്ക് വരുന്നത്. ഇനി ചൂട് കാലത്താണെങ്കിലോ, നല്ല ചൂടുള്ള സമയത്താണെങ്കിലോ ഈ സ്ക്രോട്ടൽ സാക്ക് എന്ത് ചെയ്യും? It will expand, it will relax, and it will hang away from the body. Okay, that is how the scrotal sac help to maintain the temperature of the testis. I hope you understood. The scrotal sac, it help to reduce the temperature keep the temperature of the testis lower than the body temperature by contraction and relaxation. Okay, അപ്പം ചൂട് കൂടിയ അവസ്ഥയിലാണെങ്കിൽ വൃഷണത്തിൽ സ്പേംസ് ഉണ്ടാവുകയില്ല, ഗാമീറ്റ്സ് ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ബീജോത്പാദനം കുറയും. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറയും. ഈ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഈ those people who are sitting too much time, like drivers and those people who are in IT field, അങ്ങനെയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവുണ്ടാകുകയും അവർ ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ട് കാണും. അപ്പോൾ അതിൻ്റെ കാരണം ചിലപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ കൂടുതൽ സമയം ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് ഈ സ്ക്രോട്ടൽ സാക്കിൻ്റെ ആ ഭാഗത്തുള്ള ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്പേം പ്രൊഡക്ഷൻ കുറയാനും അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയാനും ഉള്ളത്. ഇതൊരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. There's a possibility that those who are sitting too much time get high temperature in the scrotal area, and the sperm production can be hindered, and by chance they may not get a child. Okay, so അങ്ങനെയുള്ള അത് നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് സ്ക്രോട്ടൽ സാക്കിന്റെ കാര്യം. എ പെയർ ഓഫ് ഓവൽ ഷേപ്ഡ് ഓർഗൻസ് ആണ് ടെസ്റ്റിസ്. അതൊരു സ്കിന്നിന്റെ പൗച്ചിലാണ് കാണുന്നത്. ആ പൗച്ചിനെ പറയുന്ന പേരാണ് സ്ക്രോട്ടം അല്ലെങ്കിൽ വൃഷണസഞ്ചി. എന്നിട്ട് ഈ the contraction and relaxation of the scrotal sac help to maintain the temperature of the testis lower than the body temperature. Okay, how does the scrotal sac help to keep the temperature of the testis lower than the body temperature? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പം അതിൻ്റെ പുറമെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി വി ക്യാൻ സീ ദ ഇൻസൈഡ് ഓഫ് ദ ടെസ്റ്റിസ്. ആ ടെസ്റ്റിസിൻ്റെ വൃഷണത്തിൻ്റെ ആന്തരിക ഘടന നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം. ഇഫ് യു ടേക്ക് എ സെക്ഷൻ ഓഫ് ദ ടെസ്റ്റിസ് ആൻഡ് സീ ഇൻസൈഡ്, you can see a number of compartments. There are about 250 compartments in each and are called testicular lobules. എന്താണ് പറഞ്ഞത്? ടെസ്റ്റിസിന്റെ ഉള്ളിൽ ഇൻസൈഡ് there are several compartments. You can see this is the compartment. This is one compartment. This is another compartment. Another compartment. How many compartments are there? There are around 250 compartments in each and are called testicular lobules. These compartments are called testicular lobules. Okay, this is a testicular lobule. Now, inside each testicular lobule contains 1 to 3 coiled structures called seminiferous tubules, where sperms are produced. Listen up here.
See, we can see that this is a testicular lobule. Inside the testicular lobule, you can see a number of coiled structures. See, in all you can see coiled structures, and these coiled tubes are called seminiferous tubules. These seminiferous tubules produce the sperms. You may be asked, for example, name the structure that produces sperms in the testis, or you may be given options. Okay, the structure, which among the following produces sperms? The answer is seminiferous tubule. Okay, so you know the testicular lobules, and each testicular lobule contains seminiferous tubules. Seminiferous tubules ആണ് പുംബീജത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കാണുന്നത് ടെസ്റ്റിക്കുലർ ലോബ്യൂളിലാണ്. നിങ്ങൾക്ക് മനസ്സിലായി? Okay, now the seminiferous tubule is lined by two types of cells inside. നമുക്ക് ഈ സെമിനിഫറസ് ട്യൂബ്യൂള് ഇതിനകത്ത് ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂളിനകത്തുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഓരോ ഈ സെമിനിഫറസ് ട്യൂബ്യൂളും നമ്മൾ ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ് അത് എടുത്തിട്ട് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാലേ, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നമുക്ക് നോക്കിയാൽ, സി ഇതൊരു ക്രോസ് സെക്ഷൻ ആണെന്ന് വെച്ചോ, ഇതിൻ്റെ ഒരു ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ റൗണ്ട് സർക്കുലർ ആയിട്ടിരിക്കും. അതിൻ്റെ ഒരു സെക്ഷനാണ്, ഒരു ഭാഗമാണത്. അതിനകത്ത് you can see two types of cells inside. They are the male germ cells or spermatogonial cells, which produce sperms by meiosis, and Sertoli cells, which provide nutrition to germ cells. See, inside the seminiferous tubule there are two types of cells. ഇത് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് you can see that two types of cells. ഇത് സ്പെർമാറ്റഗോണിയൽ സെൽസ് ആണ്. അതിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാണ് സ്പേംസ് ഉണ്ടാകുന്നത്. പിന്നീടോ ഇതിൻ്റെ ഇടയിലായിട്ട് കാണുന്ന മറ്റൊരു കോശം കണ്ടില്ലേ, അതേപോലെ ഇഷ്ടംപോലെ കോശങ്ങളിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇതിന് പറയുന്നത് സെർട്ടോളി സെൽസ് എന്നാണ്. These cells are called Sertoli cells, which provide nutrition to these developing sperms. അപ്പം ഈ സ്പെർമാറ്റഗോണിയൽ സെൽസിൽ നിന്നും ഉണ്ടാകുന്ന സ്പേംസിന് വേണ്ടുന്ന പോഷണം നൽകുകയാണ് ഈ സെർട്ടോളി സെൽസിൻ്റെ ജോലി. അപ്പം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ രണ്ട് തരം കോശങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ദ മെയിൽ ജേം സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് നോക്കിയാൽ അതിനകത്തുള്ളതാണ് അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ ഔട്ട്സൈഡ് മെംബ്രെയിൻ ആണ്. അതിനുള്ളിൽ ഉള്ള സെൽസ് ആണ് ഇത്. ദ പ്രൈമോഡിയൽ ജേം സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പേം മദർ സെൽസ് എന്ന് പറയാം. അതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി സ്പെർമാറ്റഗോണിയൽ സെൽസ് ഉണ്ടാകും. അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് സ്പേംസ്. നിങ്ങൾ സ്പെർമാറ്റോജെനസിസ് എന്നുള്ള ടോപ്പിക്കിൽ അത് പഠിക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഇവിടെ സെർട്ടോളി സെൽസ് ഉണ്ട്. ഈ സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് ഡെവലപ്പിംഗ് സ്പേംസിനുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ ദർ ആർ two types of cells inside the seminiferous tubules, and these cells are the spermatogonial cells that produce sperms by meiosis, and the Sertoli cells that provide nutrition. Okay, Sertoli cells and spermatogonial cells. Function of spermatogonia to produce sperms by meiosis, and function of Sertoli cells to provide nutrition to the developing sperms. Okay, അപ്പം you know the structure of the seminiferous tubule. അപ്പോൾ നമ്മൾ പഠിച്ചു ഈ ടെസ്റ്റിസ് എടുത്ത് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അതിനകത്ത് we can see around 250 compartments called the testicular lobes. Inside each testicular lobes there are 1 to 3 tubules called seminiferous tubules, and they produce sperms. Then we have seen that the seminiferous tubules contains inside two types of cells: spermatogonial cells that produce sperms, and Sertoli cells that provide the sperms with nutrition. പോഷണം നൽകുന്നു. പുംബീജത്തിന് വേണ്ടുന്ന പോഷണം നൽകുന്ന ജോലിയാണ് സെർട്ടോളി സെൽസിനുള്ളത്. ഓക്കെ, നൗ ഇനി ഇവിടെ നമുക്ക് കാണാം the region between the seminiferous tubules is called interstitial space, which contains interstitial cells or Leydig cells. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. Leydig cells and blood vessels are also there. These Leydig cells secrete male sex hormones called androgen. മെയിൽ സെക്സ് ഹോർമോൺസിനെയാണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ശ്രദ്ധിച്ചോണേ. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണുന്നില്ലേ? ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇടയിലുള്ള സ്പേസ് ഇല്ലേ, ഓരോ കമ്പാർട്ട്മെൻറ്റിലും
ഒന്നോ മുതൽ 3 വരെയുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള കോശങ്ങളെയാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് പറയും. ആ ലേഡിക് സെൽസ് മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രജൻ സെക്രീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് വാട്ട് ആർ കോൾഡ് ആൻഡ്രജൻ, ദ മെയിൽ സെക്സ് ഹോർമോൺ, ഹിയർ ടെസ്റ്റോസ്റ്റെറോൺ. ഓക്കെ, ലേഡിക് സെൽസ് സെക്രീറ്റ് ടെസ്റ്റോസ്റ്റെറോൺ. അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. ഇത് ഞാൻ ടെസ്റ്റിസിൻ്റെ ഒരു സെക്ഷനാണ്. അതിനകത്ത് നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ സെക്ഷൻ അതിനകത്ത് വരും. ഈ കാണുന്ന റൗണ്ട് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ സെക്ഷനുകളാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ സെക്ഷൻ, സെമിനിഫറസ് ട്യൂബ്യൂൾ. അതിനകത്ത് നിങ്ങൾക്ക് എൻ്റെ സ്പേംസ്, ഡെവലപ്പിംഗ് സ്പേംസിനെ കാണാം. ഇതിനകത്ത് സെറ്റോളി സെൽസ് ഉണ്ട്, പിന്നീട് ഇതിനകത്ത് ജേം സെൽസ് ഒക്കെ ഉണ്ട്. ഇനി ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളാണ്, ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ. അതിൻ്റെ ഇടയിലുള്ള ഈ സ്പേസ് കണ്ടോ, ഇതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിന് അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന സെൽസ് ഇല്ലേ, അതാണ് ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. അപ്പോൾ ഈ ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ആൻഡ്രജൻ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോൺ, ഹിയർ പർട്ടിക്കുലർലി ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ടെസ്റ്റിസിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലായിട്ട് സ്പേസുകളുണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലായിട്ട് ഇതിന് ഇടയിൽ സ്പേസ് ഉണ്ട്. ആ സ്പേസ്, ആ ഒരു സെക്ഷൻ, ഇങ്ങനെ സെക്ഷൻ എടുത്തപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ആ സ്പേസിലുള്ള ആ സ്പേസിനെ പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്നാണ്. അവിടെയുള്ള കോശങ്ങളെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്നും അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്നും പറയും. ഈ ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ഇറ്റ് പ്രൊഡ്യൂസസ് ദ മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്പേംസിനെ ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ പഠിച്ചു ജേം സെൽസും ഉണ്ട്, സെറ്റോളി സെൽസും ഉണ്ട്. സെറ്റോളി സെൽസ് സ്പേംസിന് ന്യൂട്രീഷനാണ്. ദെൻ ലേഡിക് സെൽസ്, ഹിയർ യു ക്യാൻ സീ ഇൻ ബിറ്റ്വീൻ the seminiferous tubule, the space between, it is called interstitial space filled with interstitial cells and blood vessels. അതും നമ്മൾ പറയാം ബ്ലഡ് വെസൽസ് ഉണ്ട് ഇവിടെ. ഈ interstitial cells-നെ പറയുന്ന പേരാണ് ലേഡിക് സെൽസ്. That ലേഡിക് സെൽസ് produce what is called the male sex hormone, the androgens. Okay, now we can go to the accessory ducts. We have already seen that these accessory ducts are the ducts that support the human reproductive system, okay, for its functioning. അപ്പം ഈ accessory ducts, ഇത് accessory duct ആണ്, ഇത് accessory duct ആണ്. പിന്നീടോ ഈ ടെസ്റ്റിസിനകത്ത് ചില ഡക്ട്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പം there are, see, these are certain ducts, these are certain ducts, okay, these tubes. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ആക്സസറി ഡക്ട്സ്. ആക്സസറി ഡക്ട്സ് ആർ ദ ഡക്ട്സ് ദാറ്റ് സപ്പോർട്ട് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫോർ പെർഫോമിങ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഈ പുരുഷ ലൈംഗിക അവയവത്തിന് അതിൻ്റെ ധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചില ട്യൂബുകൾ, കുഴലുകളാണ് ആക്സസറി ഡക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ആക്സസറി ഡക്ട്സ്. ഫസ്റ്റ് വൺ, there is a term called rete testis. You may be asked for your exam, write notes on rete testis. So what are rete testis? A network of tubules which the seminiferous tubules open into the vas efferents. Okay, ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആണ് which the seminiferous tubules open into the vas efferents. നമുക്ക് നോക്കാം, ആ ചിത്രത്തിൽ നോക്കാം. See, these are the seminiferous tubules and it opens into the vas efferents. ഈ പടത്തിൽ കാണുന്ന ഈ കുഴലുകളാണ് vas efferents. ഈ vas efferentsഉം seminiferous tubuleസും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ്, ദീസ് ആർ കോൾഡ് rete testis. So what are rete testis? It is a network of tubules that joins the seminiferous tubules with the vas efferents. ഇതിനെ efferent duct എന്ന് പറയും, vas efferents എന്ന് പറയും. അപ്പോൾ ഇതാണ് rete testis. അപ്പോൾ ആദ്യത്തെ ഡക്റ്റ് നമ്മൾ പഠിച്ചു. What are rete testis? This is a network of tubules that connects the seminiferous tubules to the vas efferents. Okay, അപ്പം what are rete testis? You know that. Now the vas efferents leaves the testis and open into the epididymis where the sperms are temporarily stored.
then the epididymis then leads to vas deferens or the sperm duct. അതെന്താണ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് വാസ് ഡിഫറൻസ് ടെസ്റ്റിസിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് അത് എപ്പിഡിഡൈമിസിൽ ചേരും. അവിടെയാണ് സ്പേംസ് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പിന്നീട് എപ്പിഡിഡൈമിസ് വീണ്ടും താഴോട്ട് വന്ന് അത് വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ സ്പേം ഡക്റ്റ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. നമുക്കത് ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കാം. ശ്രദ്ധിച്ചോണേ. Here we have seen the retrotestis, then the vas efferens. See, the vas efferens leaves the testis and forms a knot, ഒരു കെട്ടുപിണയും. ഇവിടെ കെട്ടുപിണഞ്ഞിട്ട് ടെസ്റ്റിസിന് ഏറ്റവും മുകളിലായിട്ട് ഒരു ക്യാപ്പ് ആയിട്ട് മാറും. And that is what is called the epididymis. Okay, what is the function of epididymis? To store sperms temporarily. ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും ഉണ്ടാകുന്ന സ്പേംസ് അത് ഇജാക്കുലേഷൻ അതിലൂടെ പുറമേ പോകത്തുള്ളൂ. ആ ഇജാക്കുലേഷന് മുമ്പ് അത് ടെമ്പററി ആയിട്ട് ഈ എപ്പിഡിഡൈമിസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എപ്പിഡിഡൈമിസ്? ദ സ്റ്റോറേജ് ഓഫ് സ്പേംസ് ടെമ്പററിലി. ഓക്കെ, നൗ the epididymis again comes downwards and goes up as the sperm duct. ഇതാണ് sperm duct അല്ലെങ്കിൽ vas deferens. sperm duct എന്ന് പറയും, vas deferens എന്ന് പറയും, അല്ലെങ്കിൽ different duct എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഡക്ട്സ് ഏതൊക്കെയാണ്? ഈ റെറ്റേറ്റസ്റ്റിസ് ഉണ്ട്, അതെന്ന് പറയുന്നത് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെയും വാസ് ഇഫറൻസിനെയും ജോയിൻ ചെയ്യുന്നതാണ്. പിന്നെ വാസ് ഇഫറൻസ് ടെസ്റ്റിസിന് വെളിയിലേക്ക് പോയിട്ട് ഒരു നോട്ടായിട്ട് ഒരു ക്യാപ്പായിട്ട് ടെസ്റ്റിസിന്റെ മുകളിൽ ടോപ്പിൽ ഒരു ക്യാപ്പ് പോലെ ആക്ട് ചെയ്യും. അതെന്ന് പറയുന്നത് എപ്പിഡിഡൈമിസിസ് ആണ്. എപ്പിഡിഡൈമിസിൽ എന്താണ്? സ്പേംസ് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇറ്റ് സ്റ്റോർസ് ദ സ്പെർംസ് ടെമ്പററിലി. Then the epididymis follows downwards and goes up as the sperm duct. സ്പേമിനെ ക്യാരി ചെയ്ത് പോകുന്ന ഡക്റ്റ് ആണിത്. അതുകൊണ്ടാണ് ഇതിനെ സ്പേം ഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് വാസ് ഡിഫറൻസ്. പിന്നീടൊരു പേരും കൂടെയുണ്ട് ഡിഫറൻറ്റ് ഡക്റ്റ്. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ള ഡക്ട്സ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. The ducts, there is retrotestis, a network of tubules with the seminiferous tubules open into the vas efferens. Then the vas efferens leaves the testis and open into the epididymis, where the sperms are temporarily stored. The epididymis then leads to vas deferens or the sperm duct. Okay, retrotestis എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. retrotestis എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസും വാസ് ഇഫറൻസും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വാസ് ഇഫറൻസ് വീണ്ടും മുകളിൽ പുറമെ ടെസ്റ്റിസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു നോട്ട് പോലെ കൂടിക്കലർന്ന് ഒരു ടെസ്റ്റിന് മുകളിൽ ഒരു തൊപ്പി പോലെയാകും. അതിനെ എപ്പിഡിഡൈമിസ് എന്ന് പറയും. എപ്പിഡിഡൈമിസിന്റെ ഫംഗ്ഷൻ സ്പേംസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എപ്പിഡിഡൈമിസ് then leads to the vas deferens or the sperm duct. You got it? Now see, ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. Now the sperm duct ഇതിൽ നിന്നും വന്നു, ഇത് എപ്പിഡിഡൈമിസിന്റെ ഭാഗമാണ്. എന്നിട്ട് sperm duct ഇങ്ങനെ വന്ന് അത് വീണ്ടും അബ്ഡോമിനിലേക്ക് പോവുകയാണ്. sperm duct, it goes into the abdomen. Okay, it goes back and it reaches the abdomen. We can see here the sperm duct moves up to the abdomen and loops over the urinary bladder. It receives a duct from the seminal vesicle and form the ejaculatory duct. അപ്പോൾ എന്താണ് സെമിനൽ വെസിക്കിൾ എന്നറിയണം, ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ ഇതുവരെ പഠിച്ച ഡക്ട്സ് റെറ്റേറ്റസിസ്, വാസ് ഇഫറൻസ്, എപ്പിഡിഡൈമിസ്, ദെൻ സ്പെർം ഡക്റ്റ് ഓർ വാസ് ഡിഫറൻസ്. ഇനിയിപ്പോൾ നമുക്ക് കാണുന്നത് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്താണെന്ന് അറിയാം. ശ്രദ്ധിച്ചോണേ. See here the sperm duct, it goes up, again goes into the abdomen, loops over the urinary bladder. ഇത് യൂറിനറി ബ്ലാഡറിന്റെ പുറകുവശമാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നോക്കുകയാണെന്ന് മനസ്സിലായില്ലേ? അത് വന്നിട്ട് യൂറിനറി ബ്ലാഡറിന്റെ ബാക്കിലൂടെ ലൂപ്സ് ഓവർ ചെയ്യും. എന്നിട്ട് യൂറിനറി ബ്ലാഡറിന് അകത്തേക്ക് കയറി അതിലേക്ക് കയറുന്ന സമയത്ത് it gets another duct from a gland called seminal vesicle. Here you can see this is a seminal vesicle and it has a duct that joins with the sperm duct to form a common duct. That duct is what is called the ejaculatory duct. You can see that here the ejaculatory duct. See, ejaculatory duct അടുത്തൊരു duct ആണ്. It is a common duct. Okay, common duct of what? The duct from the seminal vesicle and that of the sperm duct. It together, both the duct of the seminal vesicle and the sperm duct together form what is called the ejaculatory duct. Don't forget what is ejaculatory duct. It is a common duct, okay, of both the ducts from
duct from seminal vesicle, which is a gland, and the sperm duct. It for both join together to form a common duct. It is called the ejaculatory duct. Okay, now I hope you don't have any problem in understanding what is ejaculatory duct. Ejaculatory duct എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് താഴ്ന്നു വന്ന സ്പേം ഡക്റ്റും പിന്നെ ഇവിടെ യൂറിനറി ബ്ലാഡറിനോട് സമീപമുള്ള സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്ന ഒരു ഡക്റ്റും കൂടെ ചേർന്നിട്ട് ഒരു പൊതു ഡക്റ്റ്, ഒരു പൊതു കുഴലായിട്ട് മാറും. അതിനെയാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, now okay, so that forms the ejaculatory duct and enters the urethra, which then leads to the penis and open out through the urethral meatus. See, you can see that this duct, now ejaculatory duct. You already have learned that in the urinary system, the urinary bladder opens out through the urethral tube, urethra. Okay, നമ്മൾ വൃക്കയുടെ അല്ലെങ്കിൽ വിസർജ്യ വ്യവസ്ഥ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. യൂറിനറി ബ്ലാഡർ കഴിഞ്ഞിട്ട് താപ്പോട്ട് അത് പുറമേ തുറക്കുന്ന ഒരു ട്യൂബ് ഉണ്ട്, അതിൻ്റെ പേര് യൂറിത്ര എന്നാണ്. അതാണ് യൂറിത്ര പെനിസിലേക്ക് അല്ലെങ്കിൽ ലിംഗത്തിലേക്ക് പോകും. നൗ ഇവിടെ നമ്മൾ പഠിച്ച ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഇജാക്കുലേറ്ററി ഡക്റ്റും കൂടെ വന്ന് ഈ യൂറിത്രയിലേക്ക് അങ്ങ് ചേരും ടു ഫോം എ സിംഗിൾ ഡക്റ്റ്. ഓക്കെ, അപ്പം ഈ സ്പേംസും ഈ യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്ന യൂറിനും ഒരേ ട്യൂബിലൂടെയാണ് പോകുന്നത്, യൂറിത്രയിലൂടെയാണ് പോകുന്നത്. ഓക്കെ, നൗ ദ യൂറിത്ര ഓപ്പൺസ് ഔട്ട് at the tip of the penis by urethral meatus. ഇതിനെ യൂറിത്രൽ മീറ്റസ് എന്ന് പറയും ഓപ്പണിങ്ങിന്. അപ്പോൾ നമ്മൾ പഠിച്ച ഡക്ട്സ് ഇവിടെ പഠിച്ചത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റ് യൂറിനറി ബ്ലാഡറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് യൂറിത്രയിലേക്ക് ചേർന്ന് ഒരു കോമൺ ഡക്റ്റായിട്ട് പോകും. ഓക്കെ, ആ യൂറിത്ര പെനിസിലൂടെ അല്ലെങ്കിൽ ലിംഗത്തിലൂടെ വന്ന് യൂറിത്രൽ മീറ്റസ് ആയിട്ട് വെളിയിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, now so that's urethral meatus. Now what are the accessory glands? There are 3 types of accessory glands. നമ്മൾ നേരത്തെ പഠിച്ചു accessory ducts എന്ന്. ഈ ലൈംഗിക വ്യവസ്ഥയെ സഹായിക്കുന്ന കുഴലുകളാണ് accessory ducts. ഇതിനെ സഹായിക്കുന്ന ചില ഗ്രന്ഥികളാണ് accessory glands. There are 3 types of accessory glands: seminal vesicle, a pair of seminal vesicle, a prostate gland, and bulbourethral glands. We can see what are they and where are they located. See the picture. ഈ ചിത്രം കാണും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സ്പേം ഡക്റ്റ് വന്ന് യൂറിനറി ബ്ലാഡറിന്റെ ബാക്കിലൂടെ വന്ന് യൂറിത്രയിലേക്ക് ചേരുന്ന ആ ഭാഗത്ത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആകുന്നതിന് മുമ്പ് there is a pair of glands on both sides. See, this is a seminal vesicle. ഈ seminal vesicle, it produces a secretion which is alkaline, and this secretion activates the sperms. You know, the sperms that are produced from the seminiferous tubules, okay, they come up through the sperm duct and they are very inactive, they are sluggish, വളരെ ഉറക്കം തൂങ്ങികളാണ് അവ, ആക്റ്റീവ് അല്ല, വളരെ സ്ലഗിഷ് ആണ്. ഓക്കെ, വളരെ ലേസിയാണ് അവ. ഇവിടെ നിന്ന് സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡുമായിട്ട് ചേരുമ്പോഴാണ് അവ ആക്ടിവേറ്റഡ് ആവുന്നത്. മനസ്സിലായില്ലയോ? ആൾസോ ദ ഫ്ലൂയിഡ് ഫ്രം ദ സെമിനൽ വെസിക്കിൾ ഗീവ്സ് ന്യൂട്രീഷൻ ടു ദ സ്പേംസ്. ഇങ്ങോട്ട് വരുന്ന സ്പേംസിന് വേണ്ടുന്ന പോഷണം നൽകുക സെമിനൽ വെസിക്കിൾസിൽ നിന്നുള്ള ലിക്വിഡാണ്. See, the seminal vesicle, its secretion activates and nourishes the sperm. സ്പേംസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അവയെ ഉത്തേജിപ്പിക്കുകയും അവയ്ക്ക് വേണ്ടുന്ന പോഷണം നൽകുകയും ചെയ്യുകയാണ് സെമിനൽ വെസിക്കിളിൻ്റെ ജോലി. അതിൽ നിന്നുള്ള ഫ്ലൂയിഡ് ആൽക്കലൈൻ ഫ്ലൂയിഡാണ്. അതും കൂടെ ചേർന്നാണ് സെമിനൽ ഫ്ലൂയിഡായിട്ട് മാറുന്നത്. നമ്മൾ ഇവിടുന്ന് വരുന്നത് only sperms come up, but what comes out is semen. It is a fluid. Okay, so these cells together with the fluid from the seminal vesicle that also contribute for the semen. Now where the urinary bladder opens into the urethra, okay, you can see that there around the urethra there is another gland which is called prostate gland. അത് യൂറിത്ര എന്ന് പറയുന്ന ട്യൂബിന് അല്ലെങ്കിൽ ഇജാക്കുലേറ്ററി ഡക്റ്റിന് ചുറ്റുമായിട്ട് ഇങ്ങനെ എൻസർക്കിൾ ചെയ്യുകയാണ്. ഓക്കെ, അതിനെ so it can skews, if any inflammation on the prostate gland can skews the urethra. അപ്പോൾ ഇതിന് ചുറ്റുമാണത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില മുതിർന്ന മുത്തശ്ശന്മാരൊക്കെ അവർക്ക് ചില മൂത്ര തടസ്സം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. Okay, you must have heard that some of your old grandparents, they must have complaining about the problem with urination, and they also mentioned about prostate problem, and that is the inflammation of the prostate gland that skews this tube,
that hinders the free flow of urine. Okay, അപ്പോൾ ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഈ ജംഗ്ഷനിലാണ് യൂറിത്രയും യൂറിനറി ബ്ലാഡറുമായിട്ട് ചേരുന്ന ആ ജംഗ്ഷനിൽ ഇജാക്കുലേറ്ററി ഡക്റ്റിന് ചുറ്റുമായിട്ടാണ് അതിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൾസോ സെക്രീറ്റ്സ് a fluid that also becomes component of the semen. അതും സെമിനൽ ഫ്ലൂയിഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നതിന് ഇതിലെ സ്പേംസ് ഉണ്ട്, സെമിനൽ വെസിക്കിളിലെ ഫ്ലൂയിഡ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെ ഫ്ലൂയിഡ് ഉണ്ട്. ഇനി അതിന് താഴെയായിട്ട് when this urethra enters into the penis, ആ ജംഗ്ഷനിൽ പെനിസിലേക്ക് ചേരുന്ന ആ ജംഗ്ഷനിൽ both സൈഡിലും there are, okay, you can see a globular structure, here one, and this is called bulbourethral gland. This bulbourethral gland produces a secretion that lubricates, okay, that helps for lubrication. You know, the penis is used for insemination, that transfers the sperms into the female vaginal tract. So when it is inserted into the vagina, there should not be any friction. So in order to reduce the friction, the secretion from the bulbourethral gland act as a lubricant. Okay, അപ്പോൾ അതിന് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ സെമൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെമിനൽ ഫ്ലൂയിഡ്, ശുക്ലം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? ഇവിടെ നിന്നുള്ള സ്പേംസ് ഉണ്ട്, സ്പേംസ് ഫ്രം ദ ടെസ്റ്റിസ്, then the fluid from the seminal vesicle, the secretion from the prostate gland, and the secretion from the bulbourethral gland, and you know their functions too. Okay, അത് ഇത്രയും ചേരുന്നതാണ് seminal fluid. Now accessory glands കഴിഞ്ഞു, accessory ducts കഴിഞ്ഞു. Now the external genitalia, which is called the penis. External genitalia, you know, the penis, lingam, it is the external genitalia of male. Okay, പുരുഷന്റെ ലൈംഗിക അവയവം പുറമേ കാണുന്ന അത് പെനിസാണ്. It helps in insemination. You know what is insemination? The transfer of seminal fluid into the female vaginal tract. And you know, the enlarged edge of the gland, the penis, enlarged end of the penis, this portion is called glans penis. എന്നിട്ട് ഇവിടെ you can see a skin, a fold of skin that covers it. Okay, and that skin is called the foreskin. The penis, it is formed of spongy tissue and it is richly supplied with blood vessels. Okay, so at the time of coitus or intercourse, it has to become stiff. Okay, then only it can insert into the vaginal tract. So it will be supplied with rich blood vessels and the spongy tissue which will be filled with blood. Okay, so that causes the sponginess. It can absorb much blood. So it is richly supplied with blood vessels. That makes the penis erectile. Okay, at the time of coitus or intercourse. So that's all about the external genitalia. I will explain once more what are the things that we have learned. Okay, I will just mention everything. So we have seen that testis is oval in shape, or pair aanu. It is kept in a pouch of skin called scrotum. Scrotum എന്ന് പറയുന്നത് അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തുകൊണ്ട് it will maintain the temperature of the testis. പിന്നീട് ടെസ്റ്റിസിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. Each testis is covered by an outer covering which is called tunica. Okay, the outer covering of the testis is what is called tunica. Tunica എന്ന് പറയുന്ന ഒരു ടഫ് ലെയർ ഉണ്ട് ടെസ്റ്റിസിന് ചുറ്റും. എന്നിട്ട് ഈ സ്ക്രോട്ടൽ സാക്കിനകത്താണ് ടെസ്റ്റിസ്. അത് നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കിയാൽ അതിനകത്ത് 250ഓളം കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ കമ്പാർട്ട്മെന്റ്സിനെ പറയുന്ന പേരെന്താണ്? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ്. ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്തും സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് 1 മുതൽ 3 വരെ. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പേംസ് ഉണ്ടാക്കുകയാണ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് 2 തരം കോശങ്ങളുണ്ട്, സ്പെർമാറ്റഗോണിയയും സെർട്ടോളി-സെൽസും. സ്പെർമാറ്റഗോണിയ സ്പേംസ് ഉണ്ടാകും മിയോസിസ് വഴി, സെർട്ടോളി-സെൽസ് ആ സ്പേംസിനെ ഫീഡ് ചെയ്യും. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചു ഇതിൻ്റെ ഡക്സിനെ കുറിച്ച് പഠിച്ചു. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് വെളിയിലേക്ക് വാസ് ഇഫറൻസിലേക്ക് തുറക്കുന്ന ആ ഭാഗത്താണ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഉണ്ട്, അതിനെ റെറ്റെ ടെസ്റ്റിസ് എന്ന് പറയും. എന്നിട്ട് ഈ വാസ് എഫറൻസ് പുറമേ വന്നിട്ട് കോയിൽ ചെയ്തൊരു ക്യാപ്പായിട്ട് മാറും, എപ്പിഡിഡൈമിസ്. അതിൽ സ്പേംസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് അതിൻ്റെ ഫംഗ്ഷൻ. അത് പിന്നെ താപ്പോട്ട് വന്നിട്ട് ഒരു ഡക്റ്റ്, സ്പേം ഡക്റ്റായിട്ട് അബ്ഡമിനിലേക്ക് കയറും. പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത്? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ നമ്മൾ
ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയുന്നത്. ആ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള കോശങ്ങളെ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് പറയും. ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ മെയിൽ സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ആൻഡ്രോജൻസ് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അക്സസറി ഡക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വാസ് എഫറൻസ് പറഞ്ഞ് ഗ്ലാൻസിനെ കുറിച്ച് പറയാം. ഇനി ഡക്സ് ഇവിടെ വരുമ്പോൾ ഈ സ്പേം ഡക്ട് അകത്തെ കയറുമെന്ന് പറഞ്ഞു. കയറുമ്പോൾ സെമിനൽ വെസിക്കിൾ എന്നുള്ള ഡക്റ്റും കൂടെ ചേർന്നിട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ടാകുമെന്ന് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നെ പെനിസിലേക്ക് യൂറിത്ര വഴി അകത്ത് യോജിക്കുമെന്ന് പറഞ്ഞു, ചേർന്ന് പറഞ്ഞു. ദെൻ വി ഹാവ് സീൻ ദ അക്സസറി ഗ്ലാൻസ്. 3 തരമുണ്ടെന്ന് പറഞ്ഞു. സെമിനൽ വെസിക്കിൾസ് പ്രൊഡ്യൂസ് ആൻ ആൽക്കലൈൻ ഫ്ലൂയിഡ് ദാറ്റ് ആക്ടിവേറ്റ്സ് ദ സ്പേംസ് ആൻഡ് നറിഷസ് ദ സ്പേംസ്. പിന്നീട് അതിന് താഴെയായിട്ട് ഇവിടെ ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിന് ചുറ്റപ്പെട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുണ്ട്. അതും ഒരു സെക്രീഷൻ ഉൽപ്പാദിപ്പിക്കും. അതും സെമിനൽ ഫ്ലൂയിഡിൻ്റെ ഭാഗമായി മാറുമെന്ന് പറഞ്ഞു. അതിന് താഴെയായിട്ട് പെനിസിലേക്ക് യൂറിത്ര കയറുന്ന ഭാഗത്ത് 2 ഗ്ലാൻഡ്സ് ഉണ്ട്. അതിനെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്ന് പറയും. അതിൻ്റെ സെക്രീഷൻ ഇറ്റ് ഹെൽപ്സ് ദ പെനിസ് ഫോർ ലൂബ്രിക്കേഷൻ, ഓക്കെ, വൈൽ ഇൻസെമിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് the structure of male reproductive system. അത് നിങ്ങൾ നല്ലതുപോലെ വായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും if you have any problem, you put it as a comment. Okay, so go through this lesson and hope you understand everything. Thank you very much for your cooperation. You all have a good day.